നിങ്ങൾ ഒരു പക്ഷേ റീസെന്റ് ആയിട്ടുള്ള ഒരു വാർത്ത കേട്ടിരിക്കും. ഒരു ചിഹ്നഗ്രഹം അല്ലെങ്കിൽ ഒരു അസ്ട്രോയിഡ് ഭൂമിയെ ലക്ഷ്യമാക്കി ഇങ്ങനെ വരുന്ന ഒരു വാർത്ത നാസയുടെ പല ന്യൂസുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കാണിക്കുന്ന 2024 YR4 എന്ന് പറയുന്ന ഒരു അസ്ട്രോയിഡാണ് ഇത്തരത്തിൽ ഭൂമിയെ ലക്ഷ്യമായി വരുന്നതെന്നാണ് പറയുന്നത്. ഏകദേശം 130 തൊട്ട് 300 അടി വരെ വലിപ്പമുണ്ടെന്നാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് ഒരു 40 മീറ്റർ തൊട്ടും 90 മീറ്ററിന് ഇടയ്ക്കുള്ള ഒരു വലിപ്പമാണ്. അതിന്റെ എക്സാക്ട് വലിപ്പം അറിയില്ല. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള കുറെ റിപ്പോർട്ടുകൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ചിഹ്നഗ്രഹം ഭൂമിയെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അവർ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഇതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സിമുലേഷൻ മോഡൽസും അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് ബേസ്ഡ് ടെലസ്കോപ്പ് ഡേറ്റയൊക്കെ ഉപയോഗിച്ച് ഇതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഭൂമിയിലേക്ക് വന്ന് ഇടിക്കാനുള്ള സാധ്യത പറയുന്ന സമയം എന്ന് പറയുന്നത് 2032 ഡിസംബർ 22 എന്ന് പറയുന്ന ദിവസമാണ് നമ്മുടെ ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. ആ ഒരു സമയത്ത് ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് അത് വന്ന് ഇടിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റഡിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നാസയുടെ തന്നെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ഉണ്ട്, JPL എന്ന് പറയുന്ന ആ ലബോറട്ടറിയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഓർബിറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന അവരുടെ ഡേറ്റ പോർട്ടലിലാണ് ഈ ഡേറ്റയുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ 2032 ഭൂമിയിൽ ഇടിക്കാനുള്ള സാഹചര്യം ഏകദേശം 1.5% മാത്രമാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഒരു ട്രജക്ടറിയുടെ ഒരു അൺസർട്ടനിറ്റി പാത്ത് ഉണ്ട്, ഒരു അൺസർട്ടനിറ്റി റീജിയൻ ഉണ്ട്. ആ റീജിയൻ എന്ന് പറയുന്നത് ഭൂമിയിൽ എത്താനുള്ള സാഹചര്യം 1.5% മാത്രമാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അൺസർട്ടനിറ്റി റീജിയനിൽ തന്നെ ആ പാത്ത് കടന്നു പോകാൻ സാഹചര്യമുള്ള, അതായത് 2032 ഡിസംബർ 22 അത് കടന്നു പോകാൻ സാഹചര്യമുള്ള ഒരു പാത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാം ചന്ദ്രനും ആ ഭാഗത്ത് വരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ചന്ദ്രനിൽ ഇടിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണെന്നാണ് പറയുന്നത്. ചന്ദ്രനിൽ ഇമ്പാക്ട് ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഏകദേശം 0.8% മാത്രമാണെന്നാണ് പറയുന്നത്. ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ അതിനുള്ള ആ ഇമ്പാക്റ്റിന്റെ ഒരു ഡാമേജ് എത്ര വലുതാണെന്ന് അറിയാനായിട്ട് അവർ പല സിമുലേഷൻ സ്റ്റഡീസും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ യഥാർത്ഥ വലിപ്പം ഇപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് പല സാഹചര്യങ്ങളിലൂടെയുള്ള പല സെനാരിയോസ് ആണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അത് ഒരുപക്ഷെ സമുദ്രത്തിന്റെ മുകളിലാണ് വീഴാൻ സാധ്യത ഉണ്ടെങ്കിൽ സുനാമി പോലുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. കാര്യം അത്രത്തോളം ചെറുതായതുകൊണ്ട്. അതോടൊപ്പം തന്നെ അവർ മറ്റൊരു സിമുലേഷൻ റിസൾട്ട് പറയുന്നത് ഒരു 40 തൊട്ട് 60 മീറ്റർ വരെ മാത്രം വലിപ്പമുള്ള ഒരു വസ്തുവാണെങ്കിൽ ഏതെങ്കിലും ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് വീണാൽ തന്നെ വലിയൊരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലെന്നും അവർ പറയുന്നുണ്ട്. അതേസമയം ഇതിന്റെ വലിപ്പം ഏകദേശം ഒരു 300 അടി, അതായത് 90 മീറ്ററിന് മുകളിലാണെങ്കിൽ അതിന് വളരെ ഗുരുതരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു സിറ്റി തന്നെ നശിപ്പിക്കാനുള്ള കഴിവ് തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഈ വന്ന് ഇടിക്കുന്ന സമയത്ത് വളരെ വലിയൊരു എനർജി ഡിസിപ്പേഷൻ ഒക്കെ ഉണ്ടാവും. വളരെ കൂടിയ അളവിൽ പാർപ്പിട ഘടനകളെയും നമ്മുടെ ബിൽഡിങ്ങുകളെയൊക്കെ അഫക്ട് ചെയ്യാനുള്ള സാഹചര്യവും അവർ ഈ സിമുലേഷനിലൂടെ അവർ പറയുന്നുണ്ട്. അതിന്റെ ഒരു പരിക്രമണത്തിന്റെ ഒരു പാത്തിനെ പറ്റിയുള്ള ഡേറ്റ ഇൻഫർമേഷനും ഒക്കെ റെഗുലർ ആയിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ട്രാക്കിംഗ് ഡേറ്റ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇമ്പാക്ട് ഇങ്ങനെ മാറി മാറി ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നതെന്ന്. അതിന് കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ നിരീക്ഷിക്കുന്ന, ഇത് ഞാൻ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽസ് വെച്ചിട്ടാണ് അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഈ നിരീക്ഷണ ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഡേറ്റ കിട്ടുന്നതനുസരിച്ച് ഈ മോഡൽസിനെ അപ്ഡേറ്റ് ചെയ്യുകയും അതനുസരിച്ച് മോഡൽ സിമുലേഷൻസ് വരുന്ന അപ്ഡേഷനാണ് ഈ ട്രാക്കിംഗ് ഇൻഫർമേഷൻ മാറി മാറി വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് അത് ഭൂമിയിൽ ഇടിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണെന്നാണ് റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. ഒരുപക്ഷെ ഭൂമിയിൽ വന്ന് ഇടിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും നാസയുടെ തന്നെ ഡാർട്ട് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ മിഷനെ പറ്റി. ഡാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ അസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്, DART. ആ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ ഒരു കൈനറ്റിക് ഇമ്പാക്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു ബഹിരാകാശ പേടകമാണിത്. അത് നമ്മളെ ലക്ഷ്യമാക്കി വരുന്ന ഒരു ചിഹ്നഗ്രഹം അല്ലെങ്കിൽ അസ്ട്രോയിഡിനെ ചെന്ന് ഇടിച്ച് അതിനെ ഡിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മിഷൻ ആയിരുന്നു അത്. അത്തരത്തിലുള്ള മിഷന്റെ സാഹചര്യം ഒരുപക്ഷെ ഭൂമിയെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ ഇത് ഭൂമിയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ ഒബ്സർവേഷൻസ് കിട്ടിയതിന് ശേഷം, അതായത് 2028 സമയത്തൊക്കെ കൂടുതൽ നല്ല വ്യക്തമായിട്ടുള്ള ഡേറ്റ കിട്ടുമെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഡേറ്റയൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരുപക്ഷെ ഈ ഡാർട്ട് പോലുള്ള ബഹിരാകാശ മിഷൻസ് ഉപയോഗിച്ച് ഡിഫ്ലക്ട് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു ചിഹ്നഗ്രഹം അല്ലെങ്കിൽ അസ്ട്രോയിഡ് വന്ന് ഇടിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. 1.5 താഴെയാണെന്നാണ് പറയുന്നത്. അതായത് 98.5% വന്നിരിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.